ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്തിനെ തടയാൻ വേണ്ടിയിട്ട് അമേരിക്ക അടക്കമുള്ള ലോകത്തെ വിവിധ രാജ്യങ്ങൾ, ട്രംപിനെ പോലെയുള്ള ഭരണാധികാരികൾ, പാകിസ്ഥാനെയും ചൈനയും പോലെയുള്ള രാജ്യങ്ങളൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇന്ത്യൻ എക്കണോമിക് ഗ്രോത്തിനെ തടഞ്ഞു നിർത്താൻ അവർക്ക് കഴിയുന്നില്ല എന്ന് വ്യക്തമാവുന്ന ചില കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇന്ത്യയുടെ GDP ഗ്രോത്തുമായി ബന്ധപ്പെട്ട് ദേശീയ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടാണ്. അതായത് ഇന്ത്യയുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 2025-26 സാമ്പത്തിക വർഷത്തിലെ രണ്ടാമത്തെ ക്വാർട്ടറിൽ ഏകദേശം 8.2% GDP ഗ്രോത്ത് ആണ് ഇന്ത്യ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ മുൻപത്തെ റെക്കോർഡിനെ തകർത്തുകൊണ്ട് ഇന്ത്യ മികച്ച രീതിയിലുള്ള ഒരു പ്രകടനം ഇപ്പോൾ GDP ഗ്രോത്തിൽ കാഴ്ചവെച്ചിരിക്കുകയാണ്. ആദ്യ പാദം 7.8% ഇന്ത്യയുടെ ആദ്യ ക്വാർട്ടർ. ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആദ്യ ക്വാർട്ടർ ഏകദേശം 7.8% എക്കണോമിക് ഗ്രോത്ത് എങ്കിൽ ഇപ്പോൾ അത് രണ്ടാം പാദത്തിലേക്ക് എത്തുമ്പോൾ 8.2% ഉയർന്നിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ മേൽ നികുതി ചുമത്തിയിരിക്കുകയാണ്, അധിക താരിഫ് ചുമത്തിയിരിക്കുകയാണ്. 50% താരിഫാണ് ചുമത്തിയിരിക്കുന്നത്. അതിനെ മറികടന്നുകൊണ്ടാണ് ഇന്ത്യ ഈ സാമ്പത്തിക നേട്ടം കൈവരിച്ചിരിക്കുന്നത് എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇതേ കാലയളവിൽ ഇന്ത്യ 6.4% ഗ്രോത്ത് കാണിച്ചപ്പോഴാണ് ഈ സമയത്ത് 8.2% ഗ്രോത്ത് കാണിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റിന്റെ താരിഫ് നയങ്ങളും താരിഫ് ഭീഷണിയും ഒന്നും ഇന്ത്യൻ എക്കണോമിയെ പിടിച്ചുകെട്ടാൻ പ്രാപ്തിയുള്ളതല്ല എന്ന് വ്യക്തമാവുകയാണ്. ഇതുകൊണ്ട് തന്നെയാണ് ലോകത്തെ പല രാജ്യങ്ങളും ഇന്ത്യയെ ഭയപ്പെടുന്നത്. എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇന്ത്യൻ എക്കണോമിയെ ഒരു ചുക്കും ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല. അമേരിക്ക 50% താരിഫ് ചുമത്തിയ സമയത്ത് ഇന്ത്യ സംയമനത്തോടെ വളരെ കാമായിട്ടാണ് അതിനെ നേരിട്ടത്. നോക്കൂ, ഇന്ത്യ പുതിയ വിപണികൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. US ഇല്ലെങ്കിലും നമുക്ക് സർവൈവ് ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ പുറത്തു വന്നിരിക്കുന്ന ഡേറ്റ എന്ന് പറയുന്നത് ജൂലൈ സെപ്റ്റംബർ ക്വാർട്ടർ ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫിനാൻഷ്യൽ ഇയറിൽ രണ്ടാമത്തെ ഘട്ടം, അതായത് 2025-26 രണ്ടാമത്തെ ഘട്ടം എക്കണോമിക് ഗ്രോത്ത്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ട്രംപ് ചുമത്തിയ താരിഫിന്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണേണ്ടതാണ്. ഇവിടെ ട്രംപ് താരിഫ് ചുമത്തിയപ്പോൾ ഇന്ത്യയുടെ എക്കണോമി കൂടുതൽ ശക്തമായിട്ട് സ്ട്രോങ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ് കാര്യം. 8.2% എക്കണോമിക് ഗ്രോത്ത് നമ്മൾ കാഴ്ചവെക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻപുണ്ടായ എല്ലാ റെക്കോർഡുകളും തകർത്തുകൊണ്ട് നമ്മുടെ രാജ്യം ഈ വർഷം മുന്നോട്ട് പോവാണ്. മാനുഫാക്ചറിംഗ് രംഗത്ത് 9.1% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. കൺസ്ട്രക്ഷന് 7.2% മുകളിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സർവീസ് സെക്ടറിൽ 9.2% മുകളിൽ ഈ ഒരു ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ആളുകൾ പൈസ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. കൺസപ്ഷൻ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാൽ 7.9%. അപ്പൊ 25-26 ഫൈനാൻഷ്യൽ ഇയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഹാഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് 8%. എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട്, അതായത് ഗ്ലോബൽ ചലഞ്ചസ് ഒരുപാട് നമ്മുടെ മുമ്പിലുണ്ട്. US താരിഫ് നമ്മുടെ മുമ്പിലുണ്ട്. ഇതിനെയൊക്കെ തകർത്തുകൊണ്ട് നമുക്ക് എക്കണോമിക്കലി ഗ്രോ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. നോക്കൂ, ലോകത്തെ പ്രധാനപ്പെട്ട എക്കണോമീസ് എടുത്തു കഴിഞ്ഞാൽ, വലിയ രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പകുതി മാത്രം വളർച്ചയാണ് ചൈനയ്ക്കുള്ളത്. അമേരിക്ക അതിലും താഴെയാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ അതിലും താഴെയാണ്. മേജർ എക്കണോമീസിൽ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഏക എക്കണോമി ഇന്ത്യയാണ്. നമ്മൾ 6%, 7% വളർച്ചയെ കൈവരിക്കൂ എന്ന് പലരും പ്രതീക്ഷിക്കുമ്പോഴാണ് 8% വളർച്ചയ്ക്ക് മുകളിലേക്ക് ഇന്ത്യൻ എക്കണോമി എത്തുന്നത്. GDP ഗ്രോത്ത് അതിവേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതായത് ഇന്ത്യൻ എക്കണോമി ഇനിയും ശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന സൂചനയാണ്. കാരണം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞ ഒരു 2-3-4 മാസമായിട്ടുണ്ടായ പ്രതിസന്ധി ചെറുതൊന്നുമല്ല. അമേരിക്ക എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തമായ രാജ്യമാണ്, എക്കണോമിക്കലി മിലിറ്ററി പരമായിട്ടൊക്കെ. US ഇന്ത്യയും തമ്മിൽ തെറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ട്രംപിന്റെ ഭരണകൂടവും ഇന്ത്യയും തമ്മിൽ തത്വത്തിൽ അടിച്ചു പിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായി, അല്ലേ? നമ്മൾ കണ്ടതാണ്. ട്രംപ് ഇന്ത്യയെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഡെഡ് എക്കണോമി ആണെന്ന് പറയുന്നു. അങ്ങനെ മോശം അവസ്ഥയിലേക്ക് ഇന്ത്യ അമേരിക്ക ബന്ധം പോകുന്നു. 50% നികുതി ഇന്ത്യയുടെ മേൽ ചുമത്തുന്നു. അപ്പൊ ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യത്തിന് ഈ ഘട്ടത്തിൽ കിട്ടാവുന്ന എല്ലാ പ്രതിസന്ധികളും ഉണ്ടായിരിക്കുകയാണ്. ആ പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് നമ്മൾ 8.2% എക്കണോമിക് ഗ്രോത്ത് കൈവരിച്ചിരിക്കുന്നത് എങ്കിൽ ഇത് കൃത്യമായ സൂചനയാണ്. ഇന്ത്യൻ എക്കണോമി വളരെ പവർഫുൾ ആണ്. ഇന്ത്യൻ GDP ഗ്രോത്ത് വളരെ ശക്തമായ രീതിയിൽ വേഗത്തിൽ മുന്നോട്ട് കുതിക്കുന്നുണ്ട്. അതായത് നമ്മൾ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും നമ്മൾ വേഗത്തിൽ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന പതിറ്റാണ്ടുകളിൽ
ലോകത്തെ ഒരു മേജർ പവർഫുൾ എക്കണോമി ആയിട്ട് മാറാനും നൂറ്റാണ്ടിന്റെ പകുതി പിന്നിടുമ്പോൾ ലോകത്തെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഒരു എക്കണോമിക് പവറായിട്ട് പോലും മാറാനും സാധ്യതയുണ്ട് ഇന്ത്യ എന്ന് തന്നെയാണ് ഇതെല്ലാം സൂചിപ്പിക്കുന്നത്. കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം.